എല്ലാവർക്കും നമസ്കാരം. ആത്മീയപാതയിൽ സഞ്ചരിക്കുന്ന ആളുകൾ എപ്പോഴും പോവേണ്ട സ്ഥലങ്ങളാണ് വലിയ വലിയ ക്ഷേത്രങ്ങളും അതേപോലെ തന്നെ ജീവസമാധികൾ, വലിയ വലിയ ഗുരുക്കന്മാരുടെ ജീവസമാധികൾ. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ സൂക്ഷിക്കണം. അമ്പലങ്ങളായാലും കൊള്ളാം, അതുപോലെ തന്നെ ജീവസമാധികളായാലും കൊള്ളാം. പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസ് ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ അവിടെ കൃത്യമായ രീതിയിൽ അതിൻ്റെ മെയിൻ്റനൻസ്, പരിപാലനം ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പോസിറ്റീവിന് പകരം നെഗറ്റീവായിരിക്കും കിട്ടുക. സമാനമായ അനുഭവം ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ തമിഴ്നാട്ടിൽ ഒരു ജീവസമാധി, അളുക്കുസ്വാമിയുടെ ജീവസമാധി പോയ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മാസാനിയമ്മലിൽ പോയി. അതിനുശേഷം മൂന്നാമതൊരു സമാധി, അതിൻ്റെ പേര് ഞാൻ ഓർക്കണില്ല. അത് ആനമലയിൽ നിന്ന് തന്നെ ലെഫ്റ്റ് തിരിഞ്ഞ് പോകുമ്പോൾ ഒരു ഉള്ളിലോട്ട് കയറിയിട്ട് അവിടെ ഒരു സമാധി സ്ഥലമുണ്ട്. അവിടെ 2 ജീവസമാധി ഉണ്ടായിരുന്നു. ആദ്യത്തെ ആളുടെ ജീവസമാധി ഓക്കെ ആയിരുന്നു, എനിക്കത് വൈബ്രേഷൻ നന്നായിട്ട് തോന്നി. രണ്ടാമത്തെ സമാധിയിലോട്ട് പ്രവേശിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര നെഗറ്റിവിറ്റി അടിച്ച്. നെഗറ്റീവ് വെച്ച് കഴിഞ്ഞാൽ അത് ചെന്നപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്തപ്പോൾ ചാടി ഞാൻ പുറത്തിറങ്ങി. പക്ഷേ അപ്പോഴേക്കും അറ്റാക്ക് ചെയ്തു, ആ എനർജി നമ്മൾ അറ്റാക്ക് ചെയ്തു. അവിടെ വേറെ എന്തൊക്കെയോ അൺവാണ്ടഡ് എനർജീസ് ഒരുപാട് എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പിന്നെ നമ്മൾ പോകുന്നതിന് ശേഷം ഭയങ്കരമായ ബുദ്ധിമുട്ടുകളായിരുന്നു. ഗ്യാസ്ട്രിക് പ്രോബ്ലം അപ്പം തന്നെ തുടങ്ങി. അതേപോലെ തന്നെ നമുക്ക് ഭയങ്കര ബോഡിക്ക് ഭയങ്കരമായൊരു വെയിറ്റ് ഫീലിംഗ്, ഭയങ്കര കട്ടി. ഞാൻ ആപ്പാടെ 65 കിലോ ഉള്ളൂ. ഞാൻ ഒരു 100 കിലോ വെയിറ്റാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ബോഡി മൊത്തം ഭയങ്കര ഹെവി ആയിട്ട്. പിന്നെ വന്നിട്ട് 2 ദിവസം എനിക്ക് കാര്യമായിട്ടുള്ള പണികളൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ നമ്മുടേതായ ഹീലിംഗ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിലൊക്കെ ഉണ്ടായിരുന്നു. 1-2 ഞാൻ ചെയ്തെന്ന് തോന്നുന്നു. പക്ഷേ പൂർണ്ണമായിട്ട് ഞാൻ ഇന്ന് രാവിലെയാണ് റിലീസ് ചെയ്ത് കളഞ്ഞത് കംപ്ലീറ്റ്. കാരണം നമുക്ക് ഇത് വരുമ്പോൾ സ്വന്തമായിട്ട് റിലീസ് ചെയ്ത് കളയാനായിട്ട് കുറച്ച് സമയം എടുക്കും. പെട്ടെന്ന് അപ്പം തന്നെ ചെയ്ത് കളയാൻ പറ്റില്ല. പയ്യെ പോവുള്ളൂ. 1-2 പ്രാവശ്യം കൊണ്ട് അത് കളയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ ഞാനത് ഫുള്ളായിട്ട് റിലീസ് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ ഓക്കെയാണ്, ഇപ്പോൾ എനർജി ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ സെൻസിറ്റീവായ ആളുകൾ, അതായത് വൈബ്രേഷൻ ഹയറിലേക്ക് പോയി നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഞാൻ പറഞ്ഞു, അല്ലാത്തതിന് ഇത് ബാധിക്കില്ല. അതേപോലെ സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ജീവസമാധികളിൽ പോകുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, തിരക്കുള്ള ആളുകൾ വന്നു പോകുന്ന സ്ഥലങ്ങളിലേക്ക് പോയിക്കോ, ഒരു കുഴപ്പമുണ്ടാവില്ല. അവിടെ എനർജി അങ്ങനെ നിൽക്കത്തില്ല, ബാഡ് എനർജി നിൽക്കത്തില്ല. കാരണം ഒരു നല്ല ഒഴുക്കുള്ളൊരു പുഴയിൽ അഴുക്കുണ്ടാവില്ലെന്ന് പറഞ്ഞിട്ടല്ലേ, അതുപോലെയാണ്, സെയിം തന്നെയാണ്. അപ്പോൾ തിരക്കുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നു, അവിടെ നെഗറ്റിവിറ്റി, അമ്പലത്തിനകത്ത് ഒരിക്കലും നെഗറ്റിവിറ്റി വരില്ല. കൊല്ലൂർ അമ്പലത്തിൽ നെഗറ്റിവിറ്റി വരില്ല, ചോറ്റാനിക്കര വരില്ല. പക്ഷേ തിരക്ക് ഇല്ലാത്ത ചില സ്ഥലങ്ങളിൽ പോയാൽ ചിലപ്പോൾ നമുക്ക് അത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. വ്യത്യസ്തമായ അനുഭവങ്ങളുള്ള ആൾക്കാരുണ്ട് കേട്ടോ പല സ്ഥലങ്ങളിലും. അപ്പോൾ ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കെയർഫുള്ളായിട്ടിരിക്കുക. അവിടെ നിന്ന് നെഗറ്റീവ് അടിക്കാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാം.